ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ചീരയല്ല. ചീര കണ്ടോണ്ട് ആരും തെറ്റിദ്ധരിക്കപ്പെടേണ്ട. ചീരയുടെ താഴെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഈ ചെടി കണ്ടോ? ഇതിനെയാണ് തഴുതാമ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പുല്ലിൻ്റെ കൂട്ടത്തിലും അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് തഴുതാമ. പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാമെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പിടിച്ചു വരുന്ന കാണുമ്പോൾ പോച്ചയുടെ കൂട്ടത്തിൽ എല്ലാവരും ഇത് പിഴുത് കളയാറാണ് പതിവ്. എന്നാൽ അങ്ങനെ ചുമ്മാതെ കളയേണ്ട ഒന്നല്ല ഈ തഴുതാമ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. ആയുർവേദത്തിൽ പ്രമേഹത്തിനൊക്കെ ഒരു ഉത്തമ മരുന്നായിട്ടാണ് ഈ തഴുതാമയെ കാണുന്നത്. ഈ തഴുതാമ തന്നെ വെള്ളത്തണ്ടോട് കൂടിയതും ചുവന്ന തണ്ടോട് കൂടിയതും ഉണ്ട്. പ്രമേഹത്തിന് മാത്രമല്ല, കിഡ്നിക്ക്, ലിവറിന്, വാതത്തിന്, നീരിന്, ഹൃദ്രോഗത്തിന്, എന്തിനേറെ പറയുന്ന അലർജിക്ക് പോലും ഈ തഴുതാമ വളരെ ഉപയോഗപ്രദമുള്ള ഒരു സസ്യമാണ്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആയുർരേഖ നീട്ടിത്തരുന്ന സസ്യം എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. തഴുതാമയെ നമുക്ക് പുനർനവ എന്നും വിളിക്കാം. ഇതിന്റെ ഗുണങ്ങൾ അറിയാവുന്നവർ പലയിടത്തും നിന്ന് തേടി പിടിച്ച് പിച്ചിക്കൊണ്ട് പോകാറുമുണ്ട്. ഇത് തോരൻ വെച്ച് കഴിച്ചാൽ സൂപ്പറാ. ചീര പോലും മാറി നിൽക്കും. ഒരുപാട് ആന്റി ഓക്സിഡൻസും ഫൈബർ കണ്ടന്റും ഉള്ള തഴുതാമ നമ്മൾ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും ഇത് ഒരുപാട് സഹായിക്കും. ആയുർവേദത്തിൽ പല മരുന്നുണ്ടാക്കുന്നതിന് ഈ തഴുതാമ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ? അതിനായിട്ട് തഴുതാമ പിച്ചി ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കണം കേട്ടോ. അത് ചിലർക്ക് ഈ തഴുതാമ പിച്ചി ഉടനെ അരിഞ്ഞ് തോരൻ വെക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് വായിൽ ചെറിയ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 1-2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. വലിയ തണ്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ അരിഞ്ഞാൽ മതി. നമ്മളിവിടെ എല്ലാം എടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 2-3 വറ്റൽമുളക്, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇതിൽ കറിവേപ്പിലയും വറ്റൽമുളകും മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്ത് വെച്ചേക്കണം. പിന്നെ നമുക്ക് അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3-4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ ചേർത്ത് കൊടുക്കാം. നമ്മൾ തഴുതാമ അരിഞ്ഞത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ ഇത് വെച്ച് തോരൻ വെക്കാറാണ് ഉള്ളത്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഇലവർഗ്ഗങ്ങളൊക്കെ തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപ്പ്. ഉപ്പൊരു പൊടിക്ക് കുറച്ചേ ചേർക്കാവുള്ളൂ. കാരണം ഇത് വാടി വരുമ്പോൾ ഒന്നും കാണത്തില്ലേ, അന്നേരം ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാലോ. ഇനി ഒരു ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം തന്നെ നമ്മുടെ ഇലയെല്ലാം നന്നായിട്ട് വാടി പകുതിയായിട്ടുണ്ട്. അതുപോലെ അതിലെ വെള്ളവും നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മൾ തീ ശകലം ഒന്ന് കൂട്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തോത്തി അങ്ങ് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ മുന്നേ തേങ്ങ കറക്കി വെച്ചിട്ടില്ലേ തോരനുള്ളത്, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഈ ഇലവർഗ്ഗങ്ങളൊന്നും തോരൻ വെക്കുമ്പോൾ കറിവേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. പക്ഷെ നമ്മൾ ചേർത്ത് ശീലിച്ചവർക്ക് അത് ചേർത്തില്ലെങ്കിൽ ഒരു ഇതില്ല. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തഴുതാമ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ചീരത്തോരൻ്റെ കണക്കൊക്കെ ഇരിക്കുമെങ്കിലും ചീരത്തോരനേക്കായി നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.